إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. اتقوا الله عباد الله. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ സാഹചര്യങ്ങളിലും സർവശക്തനും സർവജ്ഞനുമായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അജ്ഞാനവർത്തികളായി അവന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് സുഹൃതങ്ങളിൽ മുഴുകി രണ്ടാപ്രവർത്തനങ്ങളിൽ അകലം പാലിച്ച് തഖ്വയോടുകൂടി കഴിയാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് അങ്ങനെയേ പറയൂ എന്നൊക്കെ ചിലർ സംസാരത്തിൽ ആൾക്ക് സംസാരിക്കുന്നതാണ്. നിങ്ങൾ മുസ്ലിമുകളായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അവകാശപ്പെടാന്നല്ലാതെ അതൊന്നും തെളിയിക്കപ്പെടാൻ പറ്റുന്ന കാര്യമല്ല എന്ന് നിനക്ക് പറയും. സത്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസ്തുനിഷ്ഠമായി പഠിച്ച ചരിത്ര പിൻബലത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിച്ച നീതിബോധമുള്ള എല്ലാ ആളുകളും നബിയുടെ മഹത്വം വാഴ്ത്തുകയാണ് ചെയ്തത്. എന്നാൽ കുരുട്ടുബുദ്ധിയായി പ്രവാചകനെ വീക്ഷിക്കുകയും പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് ഹിതമല്ലാത്ത ചില കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റപ്പെടുത്തുകയും ഇസ്ലാമിനെ തന്നെ കളിയാക്കുകയും ചെയ്യുന്നതൊക്കെ കാണും. ഞാനിത് വിഷയം നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ തീർക്കാനുള്ള അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഒരു സഹോദരൻ ഇട്ടപ്പോ അതിന്റെ പിന്നാലെ വന്ന കമന്റുകൾ വായിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് വേറെ വേദനിക്കും. എന്തെല്ലാമാണ് സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസി നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള കള്ളപ്രചരണങ്ങൾ കേൾക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ട അറിവ് തനിക്കില്ല എങ്കിൽ, അഥവാ
നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. പക്ഷെ നമ്മളത് സ്വായത്തമാക്കിയിട്ടില്ല എങ്കിൽ അറിയുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന തെറ്റായ കള്ളവാദങ്ങളെ തിരുത്താൻ വേണ്ട പ്രയത്നങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് പറഞ്ഞ ഉപദേശിച്ച കാര്യങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതെല്ലാം അത്രമേൽ മനുഷ്യരെ സംസ്കരിക്കുന്ന, പരിശുദ്ധരാക്കുന്ന, അവരെ നേരെ ചൊവ്വ ഈ ലോകത്ത് നീങ്ങാൻ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് ആർക്കും മനസ്സിലാകുന്ന വിഷയമാണ്. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ശ്രദ്ധേയമായൊരു ഉപദേശം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നതാണ്, ആരാണ് എന്നിൽ നിന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് അത് നടപ്പിലാക്കുക, അതല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് അത് മറ്റുള്ളവർക്ക് നടപ്പാക്കാൻ കഴിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ അഭികരിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ ഫഖുൽതു അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ അത് ചെയ്തു കൊള്ളാം എന്ന് പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചു. അതങ്ങനെ തന്നെ അബൂ ഹുറൈറ പറയുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുതലെ അത്രയും കൂടെയുള്ളവരെ കരുതിയിരുന്നു, ശ്രദ്ധിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പഠിപ്പിക്കാൻ. അപ്പൊ താൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ തന്റെ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രകൃതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ തനിക്ക് ആരെയാണ് ഇഷ്ടമെന്ന് തുറന്നു പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മടിയുണ്ടായിട്ടില്ല. ഒരു സന്ദർഭത്തിൽ ഒരു സ്വഹാബി വര്യൻ സ്വയം വിചാരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നെയാണ് ഏറ്റവും ഇഷ്ടം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടൽ കാണുമ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ തോന്നുമെന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അത്രമാത്രം മനസ്സുകളെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ജനങ്ങൾ അഭിമുഖീകരിച്ച വ്യക്തിത്വമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി നബിക്ക് എന്നെയായിരിക്കും ഏറ്റവും ഇഷ്ടം എന്ന ചിന്തയിൽ നബിയോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? അപ്പൊ സ്പോട്ടിൽ ഒരാലോചനയില്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എനിക്ക് ആയിഷയാണ് ഇഷ്ടം. ആയിഷ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളാണ്. അപ്പൊ ഈ സഹോദരൻ സ്വഹാബി പെട്ടെന്ന് പറഞ്ഞു, ഞാൻ സ്ത്രീകളെല്ലാം ഉദ്ദേശിച്ചത് പുരുഷന്മാരെയാണ്, പുരുഷന്മാരിൽ എന്നെ ആയിരിക്കും എന്ന നിലക്കാണ് അദ്ദേഹം ചോദിച്ചത്. സ്പോട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, എനിക്ക് പുരുഷന്മാരിൽ ആയിഷ എന്റെ പിതാവായ അബൂബക്കർ റളിയല്ലാഹു ഇഷ്ടം. അപ്പൊ അടുത്ത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഈ വ്യക്തി കൊണ്ട് ചോദിക്കുന്നത് പിന്നെ ആരാണ്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഉമറിനെയാണ് ഇഷ്ടം. അപ്പൊ പിന്നെ ഈ ചോദിക്കുന്ന ആൾ ചോദ്യം നിർത്തുന്നത്, കാരണം ഇനി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കുറെ പിന്നിലായി പോകുന്നത് കേൾക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എന്താണ് ചോദ്യം നിർത്തിയതാണ്. അപ്പൊ ഇത് പറയേണ്ട കാര്യങ്ങൾ സത്യസന്ധമായി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചിട്ടില്ല. എന്നാൽ തന്നോട് സഹവസിക്കുന്ന എല്ലാവരെയും പരിഗണിക്കുവാനും എല്ലാവർക്കും അവരുടെ മനസ്സിൽ എന്നും ഓർമ്മ സമ്മാനിക്കുന്ന രൂപത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ കൈമാറാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എന്റെ കൈ പിടിച്ചു എന്ന് ആര് പറയുന്നത്, അബൂ ഹുറൈറ പറയുന്നത്. പ്രത്യേകം സ്നേഹമുള്ള ആളുകൾ തങ്ങളെ തൊടുമ്പോൾ അതുപോലെ തന്നെ തലോടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷമാണ് അവിടെ പ്രകടമാകുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങൾ എന്നെ കൊടുത്തു. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ് വർദ ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ് വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ വലാ തുക്സിറു الضحك فإن كثرة الضحك تميت القلب. ഈ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞത്. അതിൽ ഓരോന്നും നമുക്ക് വിശദീകരിക്കാൻ പറ്റും. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്, നീ നിഷിദ്ധങ്ങളായ കാര്യങ്ങളെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അരുത് എന്ന് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകരുത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ ഹറാമായ കാര്യങ്ങളെ നീ ശ്രദ്ധിക്കണം, അത് സൂക്ഷിക്കണം. അങ്ങനെ നീ സൂക്ഷ്മ പുലർത്തുന്ന ആളായി കഴിഞ്ഞാൽ നീ ജനങ്ങളിൽ ഏറ്റവും നല്ല ആബിദാകുമെന്നാണ്. അത് നമ്മൾ അടിവരേണ്ട ഭാഗമാണ്. ധാരാളം നമസ്കരിക്കുന്ന ഒരു വ്യക്തി, അഥവാ ഫർദ് നമസ്കാരങ്ങൾക്ക് പുറമെ റവാത്തിബ് സുന്നത്തുകളും രാത്രി നമസ്കാരങ്ങളും ദുഹയും ഇങ്ങനെ എന്തെല്ലാം പുണ്യങ്ങൾ നമസ്കാരം നിലക്ക് വായിക്കണം അതൊക്കെ നിർവഹിക്കുന്ന ഒരാൾ, ഐച്ഛികമായ നോമ്പുകൾ വർദ്ധിപ്പിക്കുന്ന ആൾ, സ്വതക്കകൾ വർദ്ധിപ്പിക്കുന്ന ആൾ,
ഇതൊക്കെ ചെയ്യുമ്പോഴും അയാളുടെ ജീവിതത്തിൽ അയാൾ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ വെടിയാൻ അയാൾക്ക് പറ്റുന്നില്ല എങ്കിൽ അയാൾ ശരിയായ ആബിദായിട്ടില്ല. ഒരാൾ ശരിയായ ആബിദാകുന്നത്, അള്ളാഹുവിന് ശരിക്കും വിനയപ്പെടുന്ന ഒരു അടിമയായി തീരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ വെടിയുമ്പോഴാണ്. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതെത്ര വമ്പിച്ചതാണ് എങ്കിലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിനോട് മാറി നിൽക്കുവാനും വിട്ടു നിൽക്കുവാനും കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പുണ്യപ്രവർത്തനങ്ങൾക്ക് വലിയ ഫലമൊന്നും ഉണ്ടാകുകയില്ല എന്ന ഒരു സൂചന ഇതിലുണ്ട്. ആ നിലക്കുള്ള പരാമർശങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നിഷിദ്ധമാക്കിയത്? അള്ളാഹു നമ്മളോട് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഫവാഹിശുകളാണ്. അതാണ് ഞാൻ ആദ്യമായി ഒതുക്കിൽപ്പിച്ച ആയത്തിലുള്ളതോ പറഞ്ഞത്. ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ വഹറ മിൻഹാ വ ബതൻ. മ്ലേച്ഛകരമായ, അത് പ്രത്യക്ഷമായും പരോക്ഷമായും എന്താണ്, മോശമായ കാര്യങ്ങളാണ് അള്ളാഹു വിലക്കിയത്. അതുപോലെ തന്നെ കുറ്റങ്ങൾ, അതിക്രമങ്ങൾ, ഇതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയത്. അതുപോലെ തന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മഹാഭാവമായ ശിർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയത്. അള്ളാഹുവിനെ പറ്റി അറിയാത്തത് പറയുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയത്. ഇങ്ങനെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ ചുരുക്കി സൂറത്ത് ആറാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്തെടുത്ത് പരിശോധിച്ചാലും അതത്രയും മോശമായ, നമുക്ക് അപമാനം ക്ഷണിച്ചു വരുത്തുന്ന, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, നമുക്ക് ശാരീരികമായ ദുർബലത ഉണ്ടാക്കുന്ന, നമ്മളെ തകർത്ത് കളയുന്ന കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യരുത് എന്ന് ആര് പറഞ്ഞിട്ടുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുള്ളൂ. അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ സൂക്ഷിക്കുക എന്നത് നമ്മളേറെ വിശ്വാസികൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും മുന്തിയ ആളാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരിചയപ്പെടുത്തിയത്. അത് തന്നെ നമുക്ക് ഒരുപാട് വിശദീകരിക്കാം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അബൂ ഹുറൈറയുടെ കൈപിടിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ രണ്ടാമതായി പറഞ്ഞു കൊടുത്ത കാര്യവും നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട വിഷയമാണ്. നീ അള്ളാഹു നിനക്ക് വീതിച്ചു തന്ന കാര്യത്തിൽ തൃപ്തി അടയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പലർക്കും പലതും നൽകിയിട്ടുണ്ട്. അതിൽ തൃപ്തി അടയുവാൻ നിനക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നീ ജനങ്ങളിൽ ഏറ്റവും ധന്യനാകുമെന്നാണ്. പടച്ചറബ് സുബ്ഹാനഹു വ തആല പലർക്കും പല കാര്യങ്ങളിലും നേട്ടം മേന്മയൊക്കെ നൽകിയിട്ടുണ്ട്. സമ്പത്തിൽ വിശാലതയുള്ള ആളുകളുണ്ട്, സൗന്ദര്യമതിയുള്ള ആളുകളുണ്ട്, ആരോഗ്യത്തിൽ മേന്മയുള്ള ആളുകളുണ്ട്, സ്ഥാനമാനങ്ങളിൽ മേന്മയുള്ള ആളുകളുണ്ട്. ഇങ്ങനെ പലർക്കും പലയേക്കാൾ ഉയർച്ച താഴ്ചകളുണ്ട്. അപ്പൊ അത് നമുക്ക് ലഭിച്ചതിൽ പരിപൂർണ്ണ തൃപ്തി അടയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നിനക്ക് ധന്യനായി ഐശ്വര്യവാനായി ജീവിക്കാൻ കഴിയുമെന്നാണ്. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് തന്റെ കൂടെയുള്ള പലരെ പോലെയും ജീവിക്കണമെന്ന അടങ്ങാത്ത കൊതി ഉള്ളിൽ കയറി താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന കാശ് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാതെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത് പല തവണയായിട്ട് ഉപയോഗിച്ച് അവസാനം വലിയ കടക്കാരനായി സ്ഥാപനത്തിൽ പിടിക്കപ്പെട്ട് എളിപ്യനായി ആ കടം വീട്ടാൻ നാട്ടിലുള്ളതിന്റെ വലിയ സ്വത്ത് സ്ഥലം വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇന്ന് അയാൾ തിരിച്ചറിയുന്നു, ഞാൻ അങ്ങനെ ചെയ്തതാണ് പ്രയാസമായത്. അപ്പൊ തനിക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങളെ പടച്ചറബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവർക്ക് ലഭിച്ചതുപോലെയുള്ള തനിക്ക് കിട്ടിയിട്ടില്ല എന്നറിയുമ്പോഴും അതുപോലെയൊക്കെ ആകാൻ, നല്ല വാഹനം, നല്ല സൗകര്യങ്ങൾ, നല്ല കാറ്റിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നീങ്ങി ആകെ തകർന്ന് ജോലിയിലും പ്രയാസം, ഉള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട പ്രയാസം, ഇങ്ങനെ കൂടുതൽ പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ അനുഭവിച്ച് നരകയാതന അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പലരും എത്തുന്നു. അതെന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ തൃപ്തി അടയാൻ. അത്രയും എനിക്ക് അള്ളാഹു, ദുനിയാവ് അത്രേ ഉള്ളൂ. നമ്മൾ എത്ര നിരക്കിട്ടാലും ദുനിയാവിൽ നമുക്ക് അള്ളാഹു നിശ്ചയിച്ചൊരു സമയം വരെ കഴിയാൻ പറ്റുള്ളൂ. എത്ര ഉണ്ടെങ്കിലും അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് നമ്മളത് പോകണം. അപ്പൊ അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ നൽകിയത് അതിൽ തൃപ്തി അടയാൻ. റബ്ബിനോട് പ്രാർത്ഥിച്ച് നമുക്ക് വിശാലത വേണ്ട കാര്യങ്ങളിലൊക്കെ വേണ്ട പരിശ്രമങ്ങളാകാം, അതിനൊന്നും മുടക്കില്ല. അത് വിജ്ഞാനത്തിന്റെ വിഷയത്തിലും സമ്പത്തിന്റെ വിഷയത്തിലും മറ്റു മേഖലയിലൊക്കെ എന്താണ് നമുക്ക് പ്രയത്നിച്ച് അവിടങ്ങളിലേക്ക് എത്താനുള്ള പണിയെടുക്കാം. പക്ഷെ നമ്മൾ കള്ളത്തരങ്ങളിലൂടെ, വഞ്ചനകളിലൂടെ, തട്ടിപ്പുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിനപ്പുറത്ത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് നമ്മളെ തകർത്ത് കളയുന്ന ദുരന്തമായി തിരിച്ചു വരുമെന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വീതിച്ചു തന്ന കാര്യങ്ങൾ തൃപ്തി അടയാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ നമ്മൾ
ധന്യരായി ഇവിടെ കഴിയുമെന്നാണ്. അത് എല്ലാ മേഖലയിലും നമുക്ക് ലഭിച്ച ആരോഗ്യത്തിന്റെ വിഷയത്തിൽ എല്ലാവർക്കും ഒരേപോലെ എല്ലാ ആരോഗ്യം മുമ്പ് സൂചിപ്പിച്ച വിഷയമാണ്. പലർക്കും രോഗമുണ്ടാകാറുണ്ട്, രോഗം കാരണത്താൽ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം രോഗിയായി കാലങ്ങളോളം കിടന്ന് അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകൾ അദ്ദേഹത്തെ കണ്ട് കരയുന്നൊരവസ്ഥ. അദ്ദേഹത്തെ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ പ്രയാസം നോക്കിയിട്ട് കരയും. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ കിടക്കുന്ന കണ്ടത്തിൽ ഇങ്ങനെ കരയുന്നത് എനിക്ക് അള്ളാഹു ഇപ്പോഴും അവനെ സ്മരിക്കാനുള്ള നാവ് തന്നിട്ടുണ്ട്, നല്ല ചിന്ത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കാര്യം ആലോചിച്ചധികം സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ അയാളുടെ മനോഗതം എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് നിശ്ചയിച്ചതിൽ തൃപ്തി അടഞ്ഞാൽ അതെനിക്കേറെ നേട്ടം സമ്മാനിക്കുന്ന വിഷയമാണ് എന്ന കൃത്യമായ ബോധ്യമാണ്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. നമ്മളെക്കാൾ ഭൗതിക വിഭവങ്ങളിൽ താഴെയുള്ള ആളുകളെ നോക്കുവാൻ നമുക്ക് കഴിയണം. മതപരമായ വിഷയത്തിൽ നമ്മളെക്കാൾ മേലെയുള്ള ആളുകളെ നോക്കി അവരെ പോലെ എത്താനുള്ള പഠനവും പരിശ്രമമൊക്കെ വേണ്ടതുണ്ട്. എന്നാൽ ഭൗതികമായി നൽകപ്പെട്ട കാര്യങ്ങളിൽ നമ്മളെക്കാൾ താഴെയുള്ള ആൾക്കാരെ നോക്കിയാൽ നമ്മൾ സ്വസ്ഥരായിരിക്കും, അല്ലെ? രണ്ട് കണ്ണുള്ള ഒരു കണ്ണില്ലാത്തതിനെ കാണുമ്പോൾ സമാധാനമല്ലോ, കുറച്ചോനെ എനിക്ക് കാഴ്ച രണ്ടിനുണ്ടല്ലോ. എന്നാൽ കണ്ണ് തീരെ കാഴ്ച ഇല്ലാത്ത ഒരാളെ കാണുന്ന ഒരാൾ ഒരു കണ്ണിന് കാഴ്ചയുള്ള ആളെ കാണുമ്പോൾ എന്താണ്? ഒരു കണ്ണ് കാണുന്ന ഒരു വ്യക്തി രണ്ടു കണ്ണ് കാണാത്ത ആളെ കാണുമ്പോൾ സന്തോഷിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും തന്നേക്കാൾ താഴെയുള്ള ആളെ നോക്കുമ്പോൾ നമുക്ക് സമാധാനമായി. ഞാൻ കുടുങ്ങിയിട്ടില്ല, ഞാൻ ഇടങ്ങാറായിട്ടില്ല, എന്നെ റബ്ബ് പരിഗണിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരും. എന്നാൽ നമ്മളെക്കാൾ മേലുള്ള ആൾക്കാരെ നോക്കിയാലോ, എന്നേക്കാൾ നല്ല കാർ എന്റെ കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ എന്റെ അയൽക്കാരനുണ്ട്, അതുപോലത്തെ ഒരു കാർ എന്നെ വേണമെന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മനക്കെട്ടാൽ ചിലവ് പണി പാടും. അപ്പൊ ഞാൻ പറയുന്നത് താഴെയുള്ള ആളെ നോക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ള ആളുകൾ നോക്കുക. അങ്ങനെ ആകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് അത് കൊച്ചാക്കാതിരിക്കുവാൻ സഹായകമാകുന്നതാണ്. എന്ന് മാത്രമല്ല, ഒരുപാട് വിഭവങ്ങൾ ലഭിക്കുക എന്നതല്ല ധന്യത, മറിച്ച് മനസ്സിന്റെ സ്വസ്ഥതയാണ് ധന്യത എന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി അബൂ ഹുറൈറയുടെ കൈപിടിച്ച് ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്ന കാര്യം അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന എന്നാണ്. നീ നിന്റെ അയൽവാസിയോട് ഏറ്റവും നല്ല നിലക്ക് ഇടപഴകണം, എങ്കിൽ നീ ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുമെന്ന്. അത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിലായിട്ടുള്ള ഒരു പത്രവാർത്ത നിങ്ങൾ വായിച്ചോന്നറിയില്ല. വൃദ്ധരായ 2 സ്ത്രീ പുരുഷന്മാർ ദമ്പതികൾ അവര് വീട്ടിൽ മരണപ്പെട്ടിട്ട് ആരും അറിഞ്ഞില്ല. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കി അവര് ജീർണിച്ച് കിടക്കുന്നത് കണ്ടു എന്നുള്ളൊരു വാർത്ത വായിച്ചു ഞാൻ ഓർക്കുന്നുണ്ട്. അവർ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളൊന്നും അവരെ കുറിച്ച് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് ഏറെ സങ്കടമുള്ള വിഷയമാണ്. അയൽപക്കത്തുള്ള ആളുകളുമായിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ ചേർന്ന പണിയല്ല, മറിച്ച് തന്റെ വട്ടത്തുള്ള അയൽപക്കത്തുള്ള ആളുകളെ അവരെ ഹൃദ്യമായി ഇടപെടാൻ ആർക്ക് കഴിയേണ്ടതുണ്ട്? വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. തന്റെ വട്ടത്തുള്ള ആളുകൾ ആരാണ് എന്നത് പറയാൻ കഴിയാത്തൊരവസ്ഥ ആർക്കുണ്ടാവാൻ പാടില്ല, അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അവരെ കുറിച്ച് ചോദിക്കണം. അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ നമുക്ക് കൃത്യമായ ഐഡിയ ഉണ്ടാകണം, നമ്മളെ കുറിച്ച് അവർക്കും ഐഡിയ ഉണ്ടാകണം. അങ്ങനെ ഇല്ലാതാകുമ്പോഴാണ് ഈ അകൽച്ചയൊക്കെ വർദ്ധിക്കുക, ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് അയൽപക്കവുമായുള്ള നമ്മുടെ ബന്ധം നന്നാക്കാൻ വേണ്ട കാര്യത്തിൽ വളരെ നല്ല ഉപദേശങ്ങൾ ആര് നൽകിയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് അയൽപക്കത്തിന്റെ കാര്യത്തിൽ ഉപദേശിച്ച് എനിക്ക് തോന്നിപ്പോയി സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അതിൽവരെ അവർക്ക് പങ്കാളിത്തം നൽകേണ്ടി വരാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അത്രമേൽ പരിഗണിക്കേണ്ട ഒരു വിഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അയൽപക്കത്തിന്റെ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം അള്ളാഹുവിലും അതിനകത്ത് വിശ്വസിക്കുന്നുവോ അവൻ തന്റെ അയൽക്കാരനെ ആദരിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ അയൽപക്കത്തുള്ളവർ ആരാകട്ടെ അവരെ പ്രത്യേകം പരിഗണിക്കുവാൻ, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുവാൻ, അവർ നമ്മളിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ വിശ്വാസം ആ നിലക്ക് നടപ്പിലാക്കുവാൻ. ചില ഹദീസുകൾ കാണാൻ പറ്റും, ഒരു 10 സ്ത്രീകളെ വിചരിക്കുന്നതിനേക്കാളും വലിയ കുറ്റമാണ്, വിചാരം മഹാകുറ്റമാണ് തന്റെ അയൽക്കാരിയുമായി വേണ്ടാവൃത്തിയിൽ ഏർപ്പെടുന്നത്. അന്യരായ അകലെയുള്ള അല്ലെങ്കിൽ ദൂരെയുള്ള 10ഓളം ആളുകളെ വിചരിക്കുന്നതിനേക്കാളും മഹാകുറ്റമാണ്. അപ്പൊ അത്രയും വലിയ കുറ്റമായി. അതുപോലെ തന്നെ 10ഓളം ദൂരദേശങ്ങളിൽ വീടുകൾ കയറി മോഷ്ടിക്കുന്നത് മോശം തന്നെ വലിയ കുറ്റമാണ്. കൈ മുറിച്ച് കളയാൻ ഇസ്ലാം നിയമമുള്ള കുറ്റമാണ്.
അതിനേക്കാളും വലിയ കുറ്റമായിട്ട് പരിഗണിക്കപ്പെടും തന്റെ അയൽപക്കത്ത് കയറി മോഷിക്കുന്നത്. എന്നാൽ അയൽപക്കം എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസം അർപ്പിച്ച ആളുകളാണ്. നമ്മൾ അവിടെ ഉണ്ട് എന്ന് കാരണത്താൽ അവർക്ക് ഇങ്ങോട്ട് പോകാനും പേരുണ്ടാകണം. ആ നിലക്ക് നമ്മളുമായി ഇടപഴകേണ്ട, നമ്മൾ അവരുമായി ഇടപഴകേണ്ട ഒരു ഏരിയയാണ് അയൽപക്കം എന്ന് പറയുന്നത്. അവിടെ ആ വിശേഷത്തേക്ക് നമുക്ക് കഴിയണം. നാലാമതായി പറഞ്ഞു മുസ്ലിമ. അത് വളരെ നല്ലൊരു ഉപദേശമാണ്. ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടണം, നിനക്കിഷ്ടപ്പെടുന്ന കാര്യം ജനങ്ങൾക്ക് ഉണ്ടാകണമെന്ന് നീ ഇഷ്ടപ്പെടണം. അതുപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ നമുക്കുള്ളതുപോലെ എനിക്കൊരു നല്ലൊരു വാഹനം ഉണ്ടായി, അപ്പൊ എന്റെ അയൽപക്കത്തും എന്റെ പരിചയത്തിലുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒരു വാഹനം ഉണ്ടാകുമ്പോൾ അതിന് സന്തോഷം ഉണ്ടാകണ്ടേ. ചില ആളുകൾക്ക് എന്താണ് അന്നേരം ഇടങ്ങാറാകുന്നു, ആനും വാങ്ങിയാണ് അവനത് വാങ്ങിയല്ലോ എന്നൊക്കെയുള്ളൊരു കുശുമ്പും അസൂയൊക്കെ പ്രകടമാകുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അപ്പൊ വാങ്ങുമ്പോഴത്തേക്ക് അതിനേക്കാളും വലിയ വേറെ എന്താണ് ഇത് പോരാട്ടം നടത്തുന്ന രൂപത്തിലുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ നമുക്ക് നാദാപുരത്ത് അങ്ങനെ ഞാൻ ഒരു വാർത്ത കേട്ടിരുന്നു. ഒരാളൊരു വെൻസിറക്കിയപ്പോൾ അതിനേക്കാളും വിലയുള്ള വെൻസ് എന്താണ് അടുത്ത ദിവസം കൊണ്ട് ഇറക്കിയിട്ട് അങ്ങനെ എന്താണ് ഒരു മത്സരം നടത്തുന്ന ഒരവസ്ഥ. അങ്ങനെയൊന്നല്ല വിശ്വാസം എന്ന് നമുക്ക് വേണ്ട, മറിച്ച് എല്ലാവർക്കും നല്ലത് ഉണ്ടാകണം, നന്മ ഉണ്ടാകണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നീങ്ങാൻ നമുക്ക് വേണം. അങ്ങനെയെങ്കിൽ നമ്മൾ ആരാകുമെന്നാണ് പറഞ്ഞത്, തെക്കുൻ മുസ്ലിമാ, നീ ഒരു നല്ല മുസ്ലിമായി തീരുന്നതാണ്. കൂടെയുള്ള ആളുകൾക്കും നമ്മളെ പോലെയുള്ള നന്മകളൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പറ്റാവുന്ന രൂപത്തിൽ ആ വിഷയത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാൻ ആർക്ക് പറ്റേണ്ടതുണ്ട്? ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഈ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ താൻ ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയായി തീരുന്നതല്ല. അപ്പൊ ആ നിലക്ക് ഈ വിഷയത്തെ ഉൾക്കൊള്ളുക നമുക്ക് കഴിയണം. ഇതിൽ ഈ ഉപദേശത്തിൽ അഞ്ചാമതായി പറഞ്ഞ കാര്യവും നമ്മൾ ഗൗരവത്തിൽ കാണുന്ന വിഷയമാണ്. ധാരാളമായി ചിരിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതായത് വെറും ഹരങ്ങളിലും കളിയിലുമായി നമ്മുടെ ജീവിതത്തിൽ തള്ളി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ധാരാളമായ ചിരി അത് മനസ്സിനെ മരിപ്പിച്ച് കളയും, അത് നിർജ്ജീവമായി കളയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ നമ്മുടെ ഗൗരവത്തെ ഉൾക്കൊള്ളാതെ വെറും ഹരങ്ങളും കളിയും തമാശയുമായി ജീവിതത്തിൽ തള്ളി നിൽക്കുക എന്നത് ഒരു വിശ്വാസിക്ക് അനുകൂലമായ കാര്യമല്ല. മറിച്ച് അവൻ ഗൗരവത്തോടു കൂടിയാണ് ജീവിതത്തെ വീക്ഷിക്കേണ്ടത് എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. വൈലുൽ ലില്ലദി യുഹദ്ദിസു ഫയക്ദിബു ലിയുഹ്ക ബിഹിൽ ഖൗം വൈലുൽ ലഹു എന്ന് ആര് പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കളവ് പറയുന്ന ഒരു വ്യക്തിക്ക് നാശം. 3 പ്രാവശ്യം വൈലുൽ ലഹു നാശമാണ്. അങ്ങനെ പലരും ഉണ്ട്. പലതും പറഞ്ഞ് കൂടുതൽ ആൾക്കാരെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ. അവിടെ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാൻ അവർക്ക് ഓർമ്മ അങ്ങനെ ഒരു വെറും ഹരങ്ങളിലായി കളിയിലായി തള്ളി നിൽക്കുക എന്നത് വിശ്വാസത്തിൽ ചേർന്ന നടപടിയല്ല എന്നുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, അല്ല ബക്കീത്തും കസീറ, നിങ്ങൾ ധാരാളം ഇരുന്ന് കരയുമായിരുന്നു. അങ്ങനെ കരയേണ്ടതായ രംഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കാര്യം മനസ്സിലാക്കി നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധ്യമുള്ള ആളുകളായി ജീവിതത്തെ ഗൗരവത്തോടും നീക്കണം മുന്നോട്ട് പോകാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും കൃത്യമായ വെളിച്ചം നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അത് ഏതെടുത്താലും അത് അത്രയും നമുക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ ഉള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഇത്തരം ഉപദേശങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ വിശ്വാസികൾ നമ്മൾ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. الحمد لله رب العالمين العاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി സർവ്വനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് തഖ്വയോടുകൂടി കഴിയാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നതായി അറിയിക്കുന്ന ഒരു ഹദീസിൽ അന്നഹു കാന യഖൂലു ഇദാ സ്വല്ല സുബ്ഹ ഹീന യുസല്ലിം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല എന്ന് നിർവഹിച്ചത് കാണാൻ പറ്റും.
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നമസ്കാരം, സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നിർവഹിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഞാൻ നിന്നോട് പ്രയോജനപ്രദമായ ഉപകാരപ്രദമായ വിജ്ഞാനത്തെ ചോദിക്കുന്നു. വരിസ്കൻ ത്വയ്യിബ, വിശിഷ്ടമായ ഉപജീവനത്തെ ചോദിക്കുന്നു. അമലൻ മുതഖബ്ബല, സ്വീകാര്യമായ പ്രവർത്തനത്തെ, അമലുകളെ ചോദിക്കുന്നു എന്നാണ്. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൽമുൻ നാഫിഅ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്രദമായ ഉപകാരപ്രദമായ അറിവ് ഉണ്ടെങ്കിലാണ് തൊട്ടടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാവുള്ളൂ. ഒരാൾക്ക് അറിവില്ലാതെ അയാളുടെ റിസ്ക് വിശിഷ്ടമാണ് എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലൊക്കെ സമ്പാദിക്കുന്ന ആളുകളുണ്ട്, പല രൂപത്തിൽ എന്താണ് സമ്പത്ത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവിടെ ഒക്കെ എങ്ങനെ എനിക്കത് നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യവും അറിവും ഉണ്ടാണ് ഇസ്ലാമികമായി. അതിനുശേഷം പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ്. അമലൻ മുത്തഖബ്ബലാണ്, സ്വീകരിക്കപ്പെടുന്ന അമൽ അത് ഏതാണ് എന്നത് നമ്മൾ അറിയാതെ നിർവഹിക്കാൻ പറ്റും. പഠിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ അമൽ സ്വീകരിക്കപ്പെടുന്ന അമലായിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അറിവ് വളരെ പ്രധാനമാണ്. എല്ലാ മേഖലയിലുള്ള അറിവ് നമുക്ക് നല്ലതാണ്. ഉപകാരപ്രദമായ ഭൗതികവും മതപരമായ അറിവൊക്കെ നമുക്ക് നല്ലതാണ്. വിശിഷ്യ ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ സമാഹരിക്കാൻ വേണ്ട അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നത് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ SSLC റിസൾട്ടൊക്കെ വന്ന് കുട്ടികൾ തുറപ്പണത്തിന് വേണ്ടിയൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം ധരിപ്പിക്കുക എന്നത് രക്ഷിതാക്കളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നതിന് യാതൊരു സംശയമില്ല. സാധ്യമാകുന്ന കുട്ടികളെ ഇസ്ലാമികമായ വിഷയങ്ങളിൽ കൂടുതൽ അവഗാഹം നേടാൻ അവരെ സഹായിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഇല്ലാതെ വന്നാൽ പിന്നീട് ഈ സമൂഹം അറിവില്ലാത്ത ആളുകളെ നയിക്കപ്പെടുകയും അത് വലിയ ദുരന്തത്തിന് കാരണമാകുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, ഇസ്ലാമികമായ വിഷയത്തിലുള്ള ഒരു അറിവും ബോധ്യവും നേടിയെടുക്കുക എന്നത് ഏറ്റവും വലിയ നിഅമത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഒരാളിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ഒരുപാട് സമ്പത്ത് കൊടുക്കുന്നല്ല, അയാൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നില്ല, മറിച്ച് മതത്തിൽ അയാൾക്ക് നല്ല അറിവും ബോധ്യവും നൽകുന്നുണ്ട്. അപ്പോൾ മതത്തിൽ ബോധ്യമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്നുണ്ട്. നമ്മുടെ മക്കളിൽ അത്തരം കഴിവുള്ള ആ വിഷയത്തിൽ താല്പര്യമുള്ള കുട്ടികളെ ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ട സ്ഥാപനങ്ങളെ അയക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ തന്നെ ചിന്തിച്ചാൽ മതി, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിച്ചാൽ പ്രമാണബദ്ധമായി പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ച്, അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ച്, അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രാമാണികരായ അഹ്ലു സുന്നയുടെ പൂർവികരോ പിൽക്കാലക്കാരോ ആയ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞ ഫത്വയെ ഉദ്ധരിച്ചിട്ട് എന്താണ് ആ വിഷയത്തിൽ നമുക്ക് വിശദീകരണങ്ങൾ നൽകാൻ പറ്റുന്ന ആളുകൾ എത്ര ഉണ്ട്? വളരെ കുറഞ്ഞ ഒരു വിഷയം. നാട്ടിലൊക്കെ നോക്കിയാൽ 1-2 ആളുകൾ ഉണ്ടെങ്കിലേ അതും ഉണ്ടാവില്ല. ആ നിലക്ക് നമ്മുടെ നാട് ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിലെടുക്കണം. നമ്മുടെ ഇടയിൽ ഇത്തരം മേഖലയിൽ പഠിക്കാൻ തൽപരരായ അല്ലെങ്കിൽ അതിന് താല്പര്യം ഉണ്ടാക്കാനൊക്കെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകണം എന്നത് പ്രത്യേകം നിർത്തുകയാണ്. ഇൽമുൻ നാഫിഅ അത് എന്നും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. ഇന്ന് വിജ്ഞാനവേദി നമ്മുടെ വൈകുന്നേരം അസറിന് ശേഷം ഖാലിദ് ഖാന്റെ വീട്ടിൽ വെച്ചിട്ട് വിജ്ഞാനവേദി ഷക്കീർ സൽഫിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അറിവ് ശേഖരിക്കാൻ വേണ്ടി സാഹചര്യം നിലക്ക് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ സാധ്യമാകുന്ന ആളുകളൊക്കെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഉദ്ഹിയ്യത്തിന് 7500 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്ന ആളുകൾ വേഗത്തിൽ അതിൻ്റെ ഓഹരിയുടെ വിഹിതം ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഗുരു വാങ്ങുവാൻ വേണ്ട ഒരുക്കങ്ങൾ വേഗത്തിൽ നടത്തിയിട്ടില്ലെങ്കിൽ പ്രയാസത്തിലാകുമെന്ന നിലക്ക് ആ കാര്യം നിങ്ങൾ പ്രത്യേകം കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തിലും കരുതലോട് നീങ്ങാൻ നമ്മൾ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാകട്ടെ. കൂടുതൽ ശ്രദ്ധയോടുകൂടി നീങ്ങി അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് സമാധാനത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തുവെക്കുമാറാകട്ടെ. നമ്മുടെ ഇബ്രാഹിഖാന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരിച്ച അറിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തുവെക്കട്ടെ. കുറച്ച് കാലം പ്രയാസങ്ങൾ സഹിച്ച് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ പരലോകത്തിന് അള്ളാഹു വലിയ നേട്ടമാക്കി കൊടുക്കും. രോഗങ്ങൾ പരലോകത്ത് വലിയ പ്രയോജനമാകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച
ആശയത്തിൽ നിന്നുകൊണ്ട് പറയാണ്, അവരനുഭവിച്ച പ്രയാസങ്ങളൊക്കെ പരലോകത്ത് അവർക്ക് വലിയ നേട്ടമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. അതുപോലെ നമ്മൾ മരണപ്പെട്ടുപോയവരായ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധപ്പെട്ട ഉസ്താദുമാർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ കബറിടം വിശാലമാക്കുകയും അവരെയും നമ്മയും നിന്നാത്തൊരു ചോദിച്ചുകൊണ്ടിരിക്കും മാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ആശീർവാദം മാറാവട്ടെ. കടക്കണിയിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹു അത് കിട്ടാനുള്ള തുറവിയും എളുപ്പവും മാറാവട്ടെ. ലോകത്തിന്റെ വിഭാഗങ്ങളിൽ പ്രയാസത്തിനായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് അള്ളാഹു തുറവിയും ആശ്വാസം മാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا انت ارحم الراحمين. وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين. الحمد لله رب العالمين. اقم الصلاه.